ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേഷ്മ. മിറക്കിൾ വരെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചാലഞ്ചിന്റെ ഡേ 0 എന്ന് പറയാം. കാരണം നാളെ തൊട്ടാണ് നമ്മൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ചാലഞ്ചിന്റെ പേരാണ് ജാപ്പനീസ് വാട്ടർ തെറാപ്പി. ജാപ്പനീസ് വാട്ടർ തെറാപ്പി കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇതൊരു ജാപ്പനീസ് ടെക്നിക്കാണ്. വർഷങ്ങളായിട്ട് അവർ ചെയ്തു വന്നിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ വെയിറ്റ് ലോസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇത് നമ്മുടെ ബോഡിയുടെ ഓവറോൾ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യും. അത് കാരണം നമ്മുടെ അടിഞ്ഞു കൂടിയ ഫാറ്റ് ഒക്കെ ഇല്ലേ, പെട്ടെന്ന് ബേൺ ചെയ്ത് നമ്മുടെ മെറ്റബോളിസം നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കും. സോ വെയിറ്റ് ലോസിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. പിമ്പിൾസിന്റെ പാടുകൾ, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ കുറേ ഞാൻ സഫർ ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മളെപ്പോലെ ഒരുപാട് പേര്. സോ അത് നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. കാരണം ഇത് ബോഡിയിൽ അടിഞ്ഞു കൂടുന്ന ടോക്സിൻസ് ഇല്ലേ, നന്നായിട്ട് പുറന്തള്ളാനായിട്ട്, സ്കിന്നിലും ബോഡിയിൽ അടിഞ്ഞു കൊടുക്കുന്ന എല്ലാ ടോക്സിൻസും റിമൂവ് ചെയ്ത് സ്കിന്ന് നല്ല ക്ലിയർ ആവാനായിട്ട്, സ്കിന്ന് മാത്രമല്ല ഫുൾ ബോഡി ഓർഗൻസ് എല്ലാം തന്നെ റിഫ്രഷ്ഡ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഇത് സഹായിക്കും. സോ അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഭയങ്കര കൂലങ്കഷമായ ഒരു കാര്യമില്ല. നമ്മൾ എക്സ്ട്രാ ഡയറ്റോ എന്തെങ്കിലും പട്ടിണി കിടക്കണം അങ്ങനെയൊന്നും ഇല്ല. ഭയങ്കര എക്സസീവായിട്ട് എക്സസൈസ് ചെയ്യണം അങ്ങനെയില്ല. നമ്മൾ ചെയ്യുന്ന സ്ഥിരം കാര്യങ്ങൾ, നമ്മൾ ആഹാരം കഴിക്കുക, വെള്ളം കുടിക്കുക, സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നൊരു ടൈം മാനേജ് ചെയ്ത് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ഈ മെത്തേഡ്. അതിനകത്ത് എക്സ്ട്രാ ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടില്ല, ഒന്നും ഒഴിവാക്കേണ്ടതുമില്ല. അതാണ് ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത. ഇത് അങ്ങോളം ജീവിതകാലം മുഴുവൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പൊ ഇതിനകത്തുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ ജാപ്പനീസ് വാട്ടർ തെറാപ്പി, അതിനെക്കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ നേരത്തെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു കുട്ടി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞിരുന്നു, വാട്ടർ തെറാപ്പി ചാലഞ്ച് ആയിട്ട് ചെയ്തൂടെ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഈ സംഭവം അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താണത് എന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ പോയി സെർച്ച് ചെയ്തപ്പോൾ ജാപ്പനീസ് വാട്ടർ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഞാൻ കണ്ടു. അപ്പം അത് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുമായിരുന്നു. രണ്ടാഴ്ചക്ക് മേലായി തോന്നുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ കൊള്ളാലോ സംഭവം. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ നോക്കി, അത് ചെയ്തിട്ടുള്ളവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ നോക്കിയപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ തെറ്റായിട്ട് നമ്മൾ ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ, അതുപോലെ നമുക്ക് ഗുണം കിട്ടാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ, അപ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ അറിയണ്ടേ. അപ്പോൾ അതെല്ലാം ഞാൻ കുറച്ച് നോക്കി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓണമായി. പിന്നെ വിചാരിച്ചു ഓണമൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റിലായിട്ട് ഇനി നമുക്ക് ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു 30 days ചാലഞ്ച് ചെയ്യാനായിട്ടാണ്. അപ്പോൾ 30 days നമ്മുടെ ഈ വാട്ടർ തെറാപ്പി ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്കിന്നിലായാലും വെയിറ്റിലായാലും ഒക്കെ നമ്മുടെ ബോഡിയിൽ ഓവറോൾ എന്തൊക്കെ ചേഞ്ച് വരുമെന്ന് അറിയാമല്ലോ. അതൊരു കാര്യമാണ്. പിന്നെ ഈ ആദ്യത്തെ 7 ദിവസം എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ അതും ഞാൻ എന്തായാലും ഷെയർ ചെയ്യും കേട്ടോ. അപ്പം ദൈവം അനുഗ്രഹിച്ച് 30 days ചെയ്യണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കൂടെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡെഫിനറ്റ്ലി എന്നൊപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, നോക്കാം, നന്നായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും എന്തോരം വെയിറ്റ് അല്ലെങ്കിൽ എന്തോരം ചേഞ്ച് സ്കിന്നിൽ വരുന്നുള്ളത്. അപ്പോൾ ചെയ്ത മിക്ക പേരും പറഞ്ഞത് നന്നായിട്ട് വെയിറ്റ് ലോസിന് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നും സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പം അതാണ് ഞാൻ നോക്കിയെടുത്തോളം എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇനി നമ്മുടെ ബോഡിയിൽ എന്താണ് അത് എഫക്റ്റ് വരുന്നതെന്ന് അറിയില്ല. ഓരോരുത്തരും ഓരോ ഡിഫറെൻറ്റ് രീതിയാണല്ലോ. അപ്പോൾ നമുക്കത് കണ്ടറിയണം. ഇനി നമുക്ക് റൂൾസ് നോക്കാം. എന്തൊക്കെയാണ് റൂൾസ്? ഒന്നാമത്തെ റൂള്, നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ 4 to 6 ഗ്ലാസ് വെള്ളം കുടിക്കണം. 6 ഗ്ലാസ് വെള്ളം കുടിക്കാൻ, അതും 4 ഗ്ലാസ് വെള്ളം ഒരു രാവിലെ എണീറ്റ ഉടനെ കുടിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്കത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുഞ്ഞിലെ തൊട്ടൊരു 4th 5th സ്റ്റാൻഡേർഡ് തൊട്ട് എനിക്ക് ഈ യൂറിനറി ഇൻഫെക്ഷൻസ് വരുമായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ എപ്പോഴും പറയും വെള്ളം നന്നായിട്ട് കുടിക്കണം. ഇഷ്ടംപോലെ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഈ യൂറിനറി ഇൻഫെക്ഷൻ പോകാൻ ചാൻസ് കുറവാണ്. സോ അതുകൊണ്ട് നീ നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറയാറ്. അപ്പോൾ പിന്നെ ഞാൻ വെള്ളം നന്നായിട്ട് കുടിക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ എൻ്റെ കസിൻസൊക്കെ എന്നെ വിളിക്കുന്നത് വാട്ടർ ടാങ്ക് എന്നാ. കാരണം ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും. ആഹാരം കഴിച്ചില്ലെങ്കിൽ എനിക്ക് വെള്ളം കുടിക്കുന്ന അത്രയ്ക്ക് അഡിക്ഷൻ മാതിരിയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുടിക്കുന്ന അത്ര ബുദ്ധിമുട്ടുള്ള എനിക്കൊരു കാര്യമല്ല. അതുകൊണ്ട് രാവിലെ ഒരു 4 ഗ്ലാസ് വെള്ളം കുടിക്കൽ അത്ര വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എല്ലാവരും എന്നെ പോലെ അല്ലല്ലോ. അപ്പം 3/4 പേർക്ക്, എൻ്റെ അനിയനോട്ട് തുടങ്ങിയ എല്ലാവർക്കും ഞാൻ ഒരുപാട് വെള്ളം കുടിക്കുന്ന രാവിലെ എണീറ്റ് ഉടനെ കുടിക്കുന്ന ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തവർ തന്നെ പറഞ്ഞുള്ള രീതി എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ദിവസം 1 ഗ്ലാസ് വെള്ളം കുടിക്കുക, അടുത്ത ദിവസം രാവിലെ എണീറ്റ് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക, അടുത്ത ദിവസം 3 ഗ്ലാസ് ആക്കുക, പിന്നെ അടുത്ത ദിവസം 4 ഗ്ലാസ് ആക്കുക. പിന്നെ ആ 4 ഗ്ലാസ് തന്നെ എല്ലാ ദിവസങ്ങളിലും കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. ഒരുപാട് ഓവർലോഡ് കൊടുക്കണ്ട. നമ്മുടെ ബോഡിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രം വെള്ളം എടുക്കുക. അതാണ് രാവിലെ 4 ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ ഒന്നും കഴിക്കുന്നതിന് മുന്നേ രാവിലെ എണീറ്റ് ഉടനെ വന്ന് 4 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഈ 4 ഗ്ലാസ് വെള്ളം ചെറിയ ചൂടുള്ള വെള്ളം ആവാം, അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ വെള്ളം ആവാം.
അത് നമ്മുടെ ഇഷ്ടമാണ്. മിനിമം 4 ഗ്ലാസ് വാട്ടർ നമ്മൾ കുടിക്കണം എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ പോയി പല്ല് തേക്കണം. വെള്ളം കുടിക്കുന്നതിന് മുന്നേ പല്ല് തേക്കണ്ട, വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ പല്ല് തേക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 45 മിനിറ്റ് കഴിയുമല്ലോ പല്ലൊക്കെ തേച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട്. ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ആഹാരം കഴിക്കാം. ഈ രാവിലത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പെതുക്കെ ചവച്ച് തിന്നണം. ഒരു 15 മിനിറ്റ് എങ്കിലും എടുത്തിട്ട് തിന്നണം. 15 മിനിറ്റിൽ കൂടുതൽ എടുക്കണ്ട, 15 മിനിറ്റ്സ് മതി. അതിനുള്ളിൽ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരം നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുക. ഇതുപോലെ തന്നെയാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയിലെല്ലാം ഇതേപോലെ തന്നെയാണ്. നമ്മൾ 15 മിനിറ്റ് ആണ് നമുക്ക് സമയം തന്നിട്ടുള്ളത്. ആ സമയത്തിനുള്ളിൽ നന്നായിട്ട് ആസ്വദിച്ച് പതുക്കെ കഴിക്കാം. ഓക്കെ, ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ പിന്നെ വെള്ളമോ ചായയോ ജ്യൂസോ എന്തും കുടിക്കാൻ പാടുള്ളൂ. ഇതിനകത്ത് ആകെ ഉള്ളൊരു റൂള് മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എന്തെങ്കിലും വെള്ളമോ മറ്റു കാര്യങ്ങളോ, വെള്ളം ജ്യൂസ് ചായ എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് 45 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. അതേപോലെ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂറിന് ശേഷം മാത്രമേ വെള്ളമോ ജ്യൂസോ ചായ എന്തെങ്കിലും കുടിക്കാനും പാടുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കാൻ പാടില്ല. ഫുഡിന്റെ കൂടെ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. അത് വെള്ളമാണെങ്കിലും ചായ ജ്യൂസ് അതെന്തും ആവാം. പിന്നെ ജ്യൂസ് ഇതുപോലത്തെ കാര്യങ്ങൾ ഈ വെള്ളം ജ്യൂസ് ചായ എന്തെങ്കിലും കുടിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് 45 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കാവുള്ളൂ. ആ ഫുഡും വെള്ളം തമ്മിലുള്ള ഗ്യാപ്പ് മനസ്സിലായല്ലോ? ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് ഫുൾ ഡേ ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, എന്ത് വേണമെങ്കിലും കഴിക്കാം, എന്ത് വേണമെങ്കിലും കുടിക്കാം. പക്ഷെ ഈ ടൈം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, പിന്നെ ചിലർക്കൊരു പ്രശ്നം വരാം, ഈ ചായ ലവേഴ്സ്, നമ്മുടെ ടീ ലവേഴ്സ്, കോഫി ലവേഴ്സ്. ഈ ചായയും കാപ്പി രാവിലെ എണീറ്റ ഉടനെ പല്ല് പോലും തേക്കാതെ ചിലർക്ക് ചായയും കാപ്പിയും കുടിക്കുന്ന ചിലർക്കെല്ലാം ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ രാവിലെ ഞാൻ ചായ കുടിക്കാറില്ല. ബേസിക്കലി കട്ടൻ ചായ, കോഫി ഇതൊന്നും വലിയ കാര്യമായിട്ടും കുടിക്കാറില്ല. കട്ടൻ ചായയും കോഫിയും മാസത്തിൽ ഒരിക്കലോ 1-2 തവണ കുടിക്കും, കൊതി തോന്നുമ്പോൾ. ഭയങ്കര ഇത് കുടിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം പോക്കാം, അങ്ങനൊന്നും ഇല്ല കേട്ടോ. അപ്പം എനിക്ക് വല്ലപ്പോഴും കിട്ടിയാലായി അത് മതി. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് പ്രശ്നം ഇല്ല. പക്ഷെ അങ്ങനല്ലല്ലോ എല്ലാവരും. അപ്പം 3/4 പേർക്കും രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാം. അങ്ങനെയുള്ളവർ ഇങ്ങനെ ചെയ്യാം. രാവിലെ എണീറ്റ് ഉടനെ 4 ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 45 മിനിറ്റിനുള്ളിൽ പല്ലേച്ച് കുളിച്ച് സെറ്റായിട്ടിരിക്കുക. അപ്പോഴത്തേക്കും പെട്ടെന്ന് 45 മിനിറ്റ് കഴിയും. അത് കഴിയുമ്പോൾ ചായ കുടിക്കുക. ചായ മാത്രം, ചായ അല്ലെങ്കിൽ കോഫി എന്തോന്ന് വെച്ചാൽ അത് മാത്രം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് എഗെയിൻ 45 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ആഹാരം കഴിക്കുക. ആഹാരം കഴിച്ചു കഴിയുമ്പോൾ അറിയാമല്ലോ, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം എന്തെങ്കിലും കുടിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ വെള്ളവും ആഹാരം കൂടെ മിക്സ് ചെയ്യരുത്. അതാണ് മെയിൻ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, എഡിറ്റ് ചെയ്തപ്പോഴാണ് ഒരു കാര്യം ഓർത്തേ, ഒരു റൂൾ കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല, നിന്നുകൊണ്ട് ആഹാരവും കഴിക്കരുത്. എല്ലാം ഇരുന്നുകൊണ്ട് വേണം ചെയ്യാൻ, വെള്ളം കുടിക്കുകയാണേലും ആഹാരം കഴിക്കുകയാണേലും. അപ്പോൾ ആ ഒരു കാര്യം മറക്കരുത്, നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്, ആഹാരം കഴിക്കരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് വാട്ടർ തെറാപ്പിയിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പിന്നെ ലാസ്റ്റ് രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ കുലുക്കുഴിയണം. അതായത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഉപ്പ് ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ വെള്ളമായിരിക്കണം. അത് വെച്ചിട്ട് നമ്മുടെ വായിൽ കൊണ്ട് ഗാർഗിൾ ചെയ്യണം. ഒരു 3-4 തവണ ഉപ്പ് വെള്ളം വെച്ചിട്ട് കുലുക്കുഴിയണം. ഇത് നമ്മുടെ ബോഡിയിൽ ഈ ടോക്സിൻസ് ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതും കൂടെ ചെയ്യാം രാത്രിത്തെ കുലുക്കുഴിയൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഡെയിലി ബേസിസിൽ ചെയ്തു വരിക. 1 മാസത്തിനകം നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ ബോഡിയിൽ, സ്കിന്നിൽ എല്ലാം തന്നെ അതിൻ്റെ ചേഞ്ചസ് വന്നു തുടങ്ങും. ഇത് പണ്ട് പുരാതന കാലം തൊട്ട് ജപ്പാൻകാർ ചെയ്തു തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ആയുർവേദത്തിലും ഉണ്ട്. നമ്മൾ രാവിലെ എണീറ്റുടനെ ഒന്നും കഴിക്കാതെ വെറും വയറ്റിൽ വെള്ളം നന്നായിട്ട് കുടിക്കുന്നത് നല്ലതാണ്. ശരീരത്തിൽ അവയവങ്ങൾക്കായാലും ഫുൾ ബോഡിക്ക് ഒരു എനർജി കൊടുക്കാൻ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ട് വെക്കാൻ സഹായിക്കുന്നതാണെന്ന് പറയുന്നതാണ്. എൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ നല്ല, നമ്മൾ മിക്കവരും എല്ലാവരും ആഹാരത്തിനൊപ്പം വെള്ളം കുടിക്കുന്നവരാണ്. രാവിലെ എണീറ്റ് ഉടനെ ചായ കാപ്പി അങ്ങനെ കുടിക്കുന്നവരാണ്. സോ അങ്ങനെയുള്ളവർ ആ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്ത് പിടിക്കേണ്ടി വരും. അതല്ലാതെ ഇതൊന്നും അവോയ്ഡ് ചെയ്യേണ്ടി വരില്ല. ചായ കുടിക്കാൻ നിർത്തൽ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇഷ്ടം എന്താണോ അത് ചെയ്യാം. എന്നെപ്പോലെ ചായ കാപ്പിയൊന്നും അധികം ഡെയിലി ബേസിസിൽ കുടിക്കാത്തവർക്ക് അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ നാളെ തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു ബിഫോർ കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കണമല്ലോ. എൻ്റെ സ്കിന്നിൻ്റെ ക്ലോസ് എങ്ങനെയാണ് എൻ്റെ സ്കിൻ ടിപ്പ് ഇരിക്കുന്നതെന്ന് കാണിക്കാം. ഒപ്പം എൻ്റെ വെയിറ്റ് ഒന്ന് എടുക്കണം, പിന്നെ മെഷർമെൻറ്റ്സ് എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം 7 ദിവസം കൊണ്ട് എന്തൊക്കെ ചേഞ്ച് വരും നമുക്ക് അന്നേരം അറിയാൻ പറ്റും. പിന്നെ ദൈവം അനുഗ്രഹിച്ചാൽ 30 ഡേയ്സിൻ്റെയും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. സോ ഇന്ന് ബിഫോർ നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് വെക്കാം. പിന്നെ എൻ്റെ കൂടെ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ റൂൾസ് കൃത്യമായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ റൂൾസ് കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുക. എന്നാലേ മാക്സിമം ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ.
അല്ലാതെ നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു, അപ്പം അതിന് ഫുൾ ബെനിഫിറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തോരം വിഷമമാവും. ആ വിഷമം നിങ്ങൾക്ക് വരരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന റൂൾസ് കറക്റ്റിന് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതി വെച്ചിട്ട്, അപ്പം ചില സമയത്ത് ടൈമിങ്ങിൻ്റെ ഒരു ഡൗട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കും എനിക്കും ഒരേപോലെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് എടുക്കാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ വെയിറ്റും എൻ്റെ മെഷർമെൻറ്റും അതുപോലെ സ്കിന്നിൻ്റെ സിറ്റുവേഷനും. അപ്പോൾ ഞാൻ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ വേണമെങ്കിൽ ഒന്ന് റിസർച്ചൊക്കെ ചെയ്തിട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്താലും മതി. ഇപ്പം ഞാൻ എൻ്റെ 7 ദിവസത്തെ ഡിഫറൻസ് വല്ലതും കണ്ടിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നുവാണെങ്കിൽ അന്നേരം സ്റ്റാർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാനോ ഡോക്ടേഴ്സിനോട് ഇരുന്ന് ഒരു അഭിപ്രായം ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ട് സമയമെടുത്ത് തീരുമാനിച്ച് ചെയ്താൽ മതി. ഞാൻ നാളെ സ്റ്റാർട്ട് ചെയ്യണത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 7 ഡേയ്സിൽ ചേഞ്ച് ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്ലീസ് വിഷ് മീ ലക്ക്. എൻ്റെ കൂടെ ചെയ്യുന്നവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിലേക്ക് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്താണ് ഇനി ചെയ്യാൻ പ്ലാൻ ഉണ്ടോ, എന്താണ് നേരത്തെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.